അച്ഛാ, ഗോപികൃഷ്ണ, കണ്ണപ്പമ്മാവ വന്നിരിക്കണോ, വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമാ ചെപ്പി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്നു മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു എന്നറിഞ്ഞപ്പം, അല്ല, ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കുട്ടനായരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങണം. ആട്ടെ, പവിഴം എന്താ പറഞ്ഞു? உங்க வீட்டுக்கு நீங்க மாத்திரம் போக போறது சொல்றதுக்கு தான் என்ன இங்க கூட்டிட்டு வந்தீங்களா? செத்தாலும் சரி, உங்களை விட்டு நான் இங்க தனியா இருக்க மாட்டேன். ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നിപ്പ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെന്നെ തൂക്കിക്കൊല്ലും. ദൈവം, എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്? போன திரும்பி வருவீங்கன்னு என்ன நிச்சயம்? പവിഴം, ഞാൻ പറയുന്നത് வேண்டாங்க, என்ன விஷம் வேணாலும் போடுறேன், உங்க கூடவே வர்றேங்க. എന്നാലും താലി കെട്ടിയൊരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. உங்களுக்கு நான் வேலைக்காரி இல்லையே, தாலி கட்டின பொண்டாட்டி. என்னால தானே உங்களுக்கு இவ்ளோ கஷ்டம் வந்துச்சு. எது வந்தாலும் நான் சகிச்சுக்கிறேன். എനിക്ക് അച്ഛനെ പേടിയാ, ഏട്ടന്മാരെയും പേടിയാ, അമ്മാവനെയും പേടിയാ. തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും. നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും. ഓ, നിന്റെ അച്ഛനെങ്ങാനിത് അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലയുറ്റുക. അപ്പോ നീ തയ്യാറാണ്? ഒരു ശാന്തി മുഹൂർത്തവും കുറിച്ച് വാങ്ങി നമ്മൾ സ്ഥലം വിടുന്നു. നീ ധൈര്യമായിട്ട് പോ. വല്ല കുഴപ്പം വന്നാൽ ഓടിയാ മതി. ശവത്തെ കുത്തരുത്. അതല്ല ഞാൻ പറഞ്ഞു. மழற தனியா போறோம்னு பயப்படுறியா? நாங்கெல்லாம் அடிக்கடி உன்னை வந்து பாத்துக்கிறோம். குட்டன் நாயர, நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன். நீயும் வரல? ഓ, പിന്നെ നെഞ്ചിൽ പിടിച്ചു. കൈയിട്, കൈയിട്, വഴിയുണ്ടാക്കാം. நாயர, நான் என் பொண்ணை ரொம்ப செல்லமா வளர்த்துட்டேயா. மாப்பிள்ளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல. അവിടുത്തെ ജീവിതം അവൾക്കൊരു അനുഭവമായിരിക്കും. ரொம்ப തങ്കமான ഇടം താനേ, കവലയേ വേണ്ട. அம்மாடி, மாப்பிள்ள கூப்பிடுறாரு, என்னன்னு போய் கேளு. போ. என்ன அப்படியா? என்னங்க மாப்பிள்ள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்பந்தி மரியாதையோட நம்மள அழைச்சிட்டு போகணும்னு நினைக்கிறாரு. அடேடே, அப்படியா? அதுவும் சரிதான். அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை. குட்டன் நாயர, நீ போயிட்டு வந்து விஷயத்தை சொல்லு. എന്റെ ഗുരുവായൂരപ്പ. அதே யாரு? എന്റെ അച്ഛൻ. വാ. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ചപ്പി, ഞാനോട് തല്ലാൻ ഇതിലൊന്നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തതാ. അച്ഛൻ മാറി നിൽക്ക്. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരി അവര് നോക്കിക്കൊള്ളു. അമ്മയിൽ ഇടപെടണ്ട. പഠിക്കണം പറയാം. ഹരീഷ, നെഞ്ചിടിക്കണു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഹരീഷ്ണം വന്നു, അമ്മ ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാനാകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങുണ്ടയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ.
നീ വരുന്ന വഴിയാണോടാ? അതെ. അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ? ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണേ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനിവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലെന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ കൊശവാദിനൊക്കെ. കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. கடவுளே, நிறைய தண்ணி இருக்கே. இங்க ஒரு மாசம் எத்தனை திருடர்களை பிடிக்கும்? എന്താ? இல்ல, இந்த திருடர்களோட எண்ணம் கிடைச்சா தேங்காயோட எண்ணம் கிடைக்குமே. ஹரி சொல்லி இருக்கு எல்லா அப்பாவோட ஐஸ்வர்யம் தான்னு. ஹரி மேல நம்பிக்கை உள்ளதால தான் அவளை இந்த குடும்பத்துக்கு அனுப்பி வச்சது. நீங்க பெரிய மனுஷன், எல்லாம் பாத்துக்கணும். അവർ ரொம்ப പാവം. ഏറ്റു. എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല, നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവനിച്ചോളാം. ദാ പോരെ? മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. സകല ചെലവും കഴിഞ്ഞ് 100 രൂപ തരും. ദാ മതിയോ? ഞാൻ എന്നാ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തെരിയൂല്ലേ? അറിയില്ല. അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല. ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ദാ ഈ കോണം വരെ. എന്താ? இதுதான் അമ്പളത്തരം. എനിക്ക് സന്തോഷാச்சு. എന്താ പ്രശ്നം கிடையாது. അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക. ഒരു ഉഷാറ് വരും. നിറച്ചു കഴിച്ചോളൂ കുട്ടി. എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്ക് എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും. ഇനി എല്ലാം അമ്മ കയ്യിലെത്താൻ. എന്നാലും അടുക്കളയിൽ കയറണ്ട, പുറം പണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവണുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ? മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം. അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട. എന്റെ ഭഗവാനെ. சொல்லுமா, நீ அவன் பொண்டாட்டின்னு அவங்க கிட்ட சொல்லட்டுமா? எந்த பிரச்சனை வந்தாலும் ഞാൻ പാത്തുകളെ. കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴാ കൂടുതൽ പേടി. എന്തിനാ പേടിക്കുന്നത്? വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും. വേണ്ടായിരുന്നു. എന്നാ അമ്മ ഒരു വാക്ക് പറ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യാ. ആ, പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാനതങ്ങ് മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പറഞ്ഞു വിടാം. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. നായരെ,
ഒരുപാട് വേദനിച്ചു എന്നറിയാം. എന്നോടൊന്നും തോന്നരുത്. ഏയ് ഒരു വിഷമമില്ല കുട്ടി. ഒരു കോമാളി വേഷം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം. ഞാനും ഒന്ന് കെട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ വലിയൊരു തീക്കൊണ്ടത്തില് നീ ഒരു പാവം പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാനെന്താ അനുഭവിച്ചു, അവളല്ലേ അനുഭവിക്കാൻ പോണത്. എനിക്കറിയാം, എല്ലാം ഒന്ന് ശരിയാകുന്നത് വരെ. സാരില്ല, മരുമോൻ ധൈര്യത്തോടെ പോ. പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരി യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും. അത് ഇതോടെ തീരും. പക്ഷേ നിന്റെ മരുമക യോഗം എന്താവുന്ന എന്റെ പേടി. നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ, അച്ഛൻ തനിക്കുണ്ടേ. ഏട്ടന്മാരെനിക്ക് വിശ്വാസം പോരാ. വിവരം അങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർസൽ ചെയ്ത് സ്വർഗത്തിലേക്ക് അയക്കും. എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറും ആക്കും. നീ അവളെ കെട്ടിയെന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്നെ അവർ ജീവനോടെ കുഴിച്ചു മൂടും. അതിത്തിരി കഷ്ടാവും, ശ്വാസം മുട്ടും. അതേതായാലും വേണ്ട. നല്ല പവിഴം പോലത്തെ ഒരു പെണ്ണ്, അതിപ്പോ കരയാണോ ചിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവാം. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മേ ഇങ്ങതാ പെണ്ണെ, എന്താ നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. അമ്മേ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ? ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങ അറിയ. ഇനി ആ വെള്ളം ഇങ്ങ അറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്ത്. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നൂടെ? പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വേണ്ടേ? അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്. പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുള. അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ. വലിയേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ. വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്. ഇപ്പൊ നീന്താൻ നല്ല സുഖാ. നിലാവ് നീന്തല് തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്. പവിഴം പവിഴം പേടി തോന്നുന്നുണ്ടോ? പവിഴം പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. എന്താ വീണ് കിട്ടിയ ഇത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ. നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി? இல்லைங்க, எனக்கு எந்த கஷ்டமும் இல்லை. உங்க அம்மா ரொம்ப நல்லவங்க. என்னால் இந்த குடும்பத்துக்கு எந்த பிரச்சனையும் வராது. கொஞ்ச நாளைக்கு இப்படின்னு தானே சொன்னீங்க. அதுக்கப்புறம் எல்லாம் சரியாயிரும்ல? ശരിയാവും, ശരിയാക്കണം.
சாந்தி முகூர்த்தத்துக்கு முன்னால இதெல்லாம் வேண்டாங்க. അതവിടെ. ഇവിടെ എല്ലാം സ്നേഹമാ. സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. പവിഴം താലി. ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണമല്ലേ? ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവാ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ? എനിക്ക് നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണ വിലാളയന്തി മദാലസ മഞ്ജുള വാക്വിലാസ മഹേന്ദ്ര മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി. ആ മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ നിങ്ങൾക്കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ബാനു. ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇത്തിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള്.